കാര്യത്തെ കിളിക്കൂടിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അരുണാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ രാജീവിൻ്റെ അടുത്ത് വെച്ചാൽ ഇതെനിക്ക് ചെട്ടിയാരെ മാനേജറെ വിളിച്ചത് ഇതെനിക്ക് സുധീഷ് അവിടെ എത്തിയിട്ടില്ലെന്ന് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ രാജീവൻ ചോദിക്കും ഇനി വണ്ടി എങ്ങാനും പഞ്ചർ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ രാജീവ് പറയും മോനെ വണ്ടിയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ അരുൺ പറയുന്നുണ്ട് വണ്ടി ഒരു 50 കിലോമീറ്റർ മുമ്പ് തിരിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ നിധി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലൊക്കേഷൻ എങ്ങാനും മാറിപ്പോയാൽ അച്ഛാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ രാജീവൻ പറയും അങ്ങനെ മാറിപ്പോകത്തൊന്നും ഇല്ല എന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അരുൺ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇത്രയും സ്വർണ്ണം പണമൊന്നും നമ്മൾ സുധീഷിൻ്റെ കയ്യിൽ കൊടുത്ത് വിടണ്ടായിരുന്നെന്നൊക്കെ ഇങ്ങനെ രാജീവിൻ്റെ അടുത്ത് അരുൺ പറയുന്നുണ്ട്. നമ്മൾ അരുണാണെങ്കിൽ രാജീവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛൻ ഞാൻ പൈസ കണ്ടപ്പോഴത്തേക്കും കാണാം അവനിക്ക് നാട് വിടാനെങ്ങാനും തോന്നി കാണുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാക്കുന്നതാണെങ്കിൽ സുധീഷ് ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അരുൺ പറയുന്നുണ്ട് ഞാനെന്താ പറഞ്ഞുണ്ടാക്കിയത് അവൻ ഇവിടുന്ന് പോയിട്ട് 3 മണിക്കൂറോളം കഴിഞ്ഞു ഇവിടെ ആരെയും വിളിച്ചിട്ടില്ല നിന്നെ പോലും അവൻ വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ അരുൺ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ രാജീവൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നത്. രാജീവൻ പറയുന്നുണ്ട് മോനെ അങ്ങനെയൊന്നും പറയല്ലേ സുധി ഇവിടുത്തെ മരുമോനാണ് നമ്മളെ ക്ഷണം സ്വീകരിച്ച് അവൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവൻ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അരുണാണെങ്കിൽ വീണ്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ രാജീവൻ പറയുന്നുണ്ട് മോളെ നീ ഒന്ന് വിളിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി വിളിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ സുധിയുടെ ഫോണാണെങ്കിലും സ്വിച്ച് ഓഫാണ് പറയുന്നത്. സമയത്ത് നമ്മൾ അരുൺ പറയുന്നുണ്ട് ഏത് സമയത്താണ് അവനെ പറഞ്ഞു വിടാൻ തോന്നിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ നമ്മൾ സുധിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സുധിയാണെങ്കിൽ അവന്മാരത്ത് ചോദിക്കുന്നുണ്ട് ആരാടാ നീയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആണുങ്ങളാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാടെ വന്ന് അടിക്കാനുള്ളത് നീയൊക്കെ എന്നെ അഴിച്ചു വിടാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തം പറയുന്നുണ്ട് ഇവൻ്റെ നാവാട്ടം കേട്ടാണെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നു ഒന്ന് അഴിച്ചു വിട്ടാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടുതലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട് നീ എന്താ അവൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അയാളാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ വീണ്ടും അയാളെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അയാളങ്ങനെ ദേഷ്യം വന്നിട്ട് നമ്മളെ സുധീഷിൻ്റെ മുഖത്തൊക്കെ ഒരു അടിയൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ പ്ലാസ്റ്റർ വെച്ചൊക്കെ സുധീഷിൻ്റെ വായൊക്കെ കെട്ടി വെച്ചിട്ട് അവന്മാർ വീണ്ടും പോയി ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മുടെ രാജീവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾ വിശ്വസിക്കുന്നില്ല അച്ഛനാണെങ്കിൽ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ രാജീവനും പറയുന്നുണ്ട് അവനെന്തായാലും നമ്മളെ ചതിച്ചാണെന്നൊക്കെ തോന്നുന്നു അവന് പൈസയും കൊണ്ടൊക്കെ മുങ്ങിയതാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ നിധി ചോദിക്കും അച്ഛൻ എന്താ പറഞ്ഞു അച്ഛനും ഇപ്പം ആരുണേട്ടൻ്റെ കൂടെ കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധി പറയുന്നത് ഒരിക്കലും സുധി അങ്ങനെ ചെയ്തത് എനിക്ക് 100% ഉറപ്പാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞല്ലല്ലോ പൈസ കൊണ്ടുപോകാന്നൊക്കെ നിങ്ങളൊക്കെ നിർബന്ധിച്ച് സുധിയെ ഏൽപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സുധിയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്നൊക്കെ നിധി പറയുമ്പം നമ്മൾ ആരും പറയുന്നുണ്ട് നീ എന്തിനാ ഇത്രയും അവനെ അങ്ങ് വിശ്വസിക്കുന്നത് അവൻ എന്തായാലും എന്ത് നിർത്തിയിട്ടാണെങ്കിൽ GPS ഒക്കെ അവൻ ഓഫ് ചെയ്താണെന്നൊക്കെ നമ്മൾ അരുണാണെങ്കിലും നിധിയെടുത്ത് പറയുന്നത്. നമ്മൾ നിധിയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കത്തൊന്നുമില്ല കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ രാജീവൻ പറയുന്നുണ്ട് അവനിക്ക് വേണ്ടി ഞാനൊരു ബിസിനസ് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സ്വന്തം മോളെ രായ്ക്ക് രാമായണം വന്ന് തട്ടിക്കൊണ്ട് പോയ ഒരുത്തനിക്ക് ആരും ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കത്തില്ല എന്നിട്ട് ഞാനും ആണെങ്കിൽ അവനിക്കൊരു ബിസിനസ്സൊക്കെ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ എന്നൊക്കെ നമ്മൾ രാജീവനാണെങ്കിലും നിധിയെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും രാജീവൻ പറയുന്നുണ്ട് എന്തായാലും പണം കണ്ടപ്പോഴത്തേക്ക് അവരുടെ തനി സ്വഭാവം പുറത്ത് ചാടി എന്നൊക്കെ പറയുമ്പോഴും നിധി പറയുന്നുണ്ട് എന്തായാലും സുധി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ ഹേമയാണെങ്കിലും സുധിയെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഹേമ പറയുന്നുണ്ട് എന്താ നമ്മളെ നിനക്ക് മാത്രം ഇങ്ങനെ മനസ്സിലാവാതായിപ്പോയത് എന്തായാലും നിന്നെ വിശ്വസിച്ചല്ലേ അവനെ ഈ വീടിനകത്ത് ഞങ്ങൾ കയറ്റി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിൻ്റെ അടുത്ത് തന്നെ അവൻ ഈ ചതി കാണിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നിധി ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട് ഒന്ന് നിർത്തുമോ എല്ലാവരും കൂടെ ഇങ്ങനെ സുധിയെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി എന്നൊക്കെ നിധി പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ചുമ്മാ സുധിയെ കുറ്റം പറയാതെ സുധിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ഒന്ന് തിരക്കാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അരുൺ പറയുന്നുണ്ട് എന്താ സംഭവിക്കാൻ അവനാണെങ്കിൽ പണം കിട്ടിയപ്പോൾ നേരെ അവൻ്റെ വീട്ടിൽ പോയി കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി പറയുന്നുണ്ട് അരുണേട്ടാ വെറുതെ ആ വീട്ടുകാരെ ആവശ്യമില്ലാതൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ ദ്രോഹിക്കാതെയൊക്കെ ഇരിക്കാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹേമ പറയുന്നുണ്ട് മോനെ നീ ഇവള് പറയുന്നതൊന്നും കേൾക്കണ്ട നീ നേരെ അവരെ വീട്ടിലേക്ക് ചെല്ലാനൊക്കെ പറയുന്നുണ്ട്. ഇനി ആ പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുടുംബം മൊത്തം രക്ഷപ്പെടുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് ചെല്ലാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അരുണിൻ്റെ അടുത്ത്. ആ സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങളൊന്ന് അടങ്ങ് ഞാനൊന്ന് വിളിച്ച് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഹരീഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നീതുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഹേമ വീണ്ടും വന്നിട്ടാണെങ്കിൽ സുധീഷിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട് സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഹേമ പറയുന്നുണ്ട് പിന്നെന്താ അവൻ്റെ വീട്ടുകാരെ ഫോൺ എടുക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി പറയാതെ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഹരീഷാണെങ്കിൽ നീതുമായിട്ട് സംസാരിച്ച് തീർന്നതിന് ശേഷമാണെങ്കിൽ ഫോൺ നോക്കുമ്പോൾ നമ്മൾ നിധിയുടെ മിസ് കോളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷാണെങ്കിൽ തിരിച്ച് നിധിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നുണ്ട് ഹരീഷെ സുധി അങ്ങോട്ടെങ്ങാണ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് അറിയും ഇല്ലല്ലോ ഇങ്ങോട്ട് വന്നില്ലല്ലോ നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത് ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയും എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ നിധി പറയല്ല സുധീഷാണെങ്കിൽ ഇവിടുന്ന് രാവിലെ പോയത് ഇതുവരെയ്ക്കും തിരിച്ച് വന്നതുമില്ല ഫോൺ വിളിച്ചപ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.